ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഋഷി ജീവിച്ചിരിപ്പില്ല എന്നും അരുന്ധതി ഇനി ഋഷിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട എന്നും ചന്ദ്രോത്തെ നന്ദനാണ് ഋഷിയെ കൊലപ്പെടുത്തിയതെന്നും നാളെ തന്നെ നന്ദനെ കോർട്ടിൽ ഹാജരാക്കും എന്നെല്ലാം ഹരിസാർ പറയുന്നത് കേട്ട് ഷോക്കാവുന്നുണ്ട് അരുന്ധതി. ഋഷിയാണെങ്കിലും ഇതെല്ലാം മുകളിൽ നിന്നും കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. മകൻ ജീവനോടെ ഇല്ല എന്നറിഞ്ഞിട്ടും ഒരു പ്രതികരണവും നടത്താതിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാകും എന്നറിയാവുന്ന അരുന്ധതിയാണെങ്കിൽ വിഷമം ഉണ്ടെന്നുള്ള പോലെയെല്ലാം ഹരിസാറിൻ്റെ മുന്നിൽ അഭിനയിക്കുന്നു. പക്ഷേ അതെല്ലാം അരുന്ധതിയുടെ വെറും ഒരു നാടകം മാത്രമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മുടെ ഹരിസാറിനെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. ശേഷം എല്ലാം തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കാം എന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതല്ലേ, ഇപ്പം എന്തായി? നാളെ അവർ നന്ദനെ കോർട്ടിൽ ഹാജരാക്കാൻ പോവാണ്. തെളിവെടുപ്പിനായിട്ട് ഡെഡ് ബോഡി കുഴിച്ചിട്ട സ്ഥലത്തേക്ക് നന്ദനെ കൊണ്ടുപോകും. കുഴി തോണ്ടി നോക്കുമ്പോൾ ഒന്നും കണ്ടില്ലെങ്കിൽ എല്ലാം ചതിയായിരുന്നു എന്ന് അവർ മനസ്സിലാക്കും. വഞ്ചന കുറ്റത്തിന് നീ ജയിലിലേക്ക് പോകും ഋഷി. ഇനിയും വൈകിട്ടില്ല. എല്ലാം നല്ലൊരു അഡ്വക്കേറ്റിനെ കണ്ട് സംസാരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ആക്കി എടുക്കാം എന്നെല്ലാം അരുന്ധതി പറയുന്നുണ്ടെങ്കിലും അമ്മ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട് ഋഷി. പിന്നീട് വീണ്ടും ചന്ദ്രോത്തെത്തുന്ന ഹരിയാണെങ്കിൽ അരുന്ധതിയെ കണ്ട് സത്യങ്ങളെല്ലാം അറിയിച്ചതിന് ശേഷമുള്ള അവരുടെ റെസ്പോൺസിനെ കുറിച്ചെല്ലാം പറയുന്നു. ഹരി സാറ് ഊഹിച്ചതെല്ലാം തെറ്റായിരുന്നു എന്ന് ദേവിക പറയുമ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല എന്നും ഒരു മകൻ നഷ്ടപ്പെട്ടതിലുള്ള വേദന ഇത്തവണയും എനിക്ക് അരുന്ധതിയിൽ കാണാൻ കഴിഞ്ഞില്ല എന്നും മകൻ ജീവനോടെ ഇല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല ആരും പ്രതികരിക്കുക എന്നും ഹരിസാറ് പറയുമ്പോൾ ഞാനും ദേവികയും അരുന്ധതിയുടെ സങ്കടം നേരിൽ കണ്ടതാണെന്നും ചിലപ്പോൾ കരഞ്ഞു അരുന്ധതിയുടെ മനസ്സ് മരവിച്ചു പോയിട്ടുണ്ടാകും എന്ന് പറയുന്നുണ്ട് പ്രഭ. ഏതായാലും നന്ദൻ കുറ്റം ഏറ്റുപറഞ്ഞ് നിയമത്തിന് മുൻപിൽ കീഴടങ്ങാൻ തന്നെ തീരുമാനിക്കുന്നു. സിദ്ധുവും ദേവികയും എല്ലാം ആ ഒരു തീരുമാനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഋഷിയാണെങ്കിൽ ഇസബെല്ലയെ വിളിച്ചിട്ട് ഹരികൃഷ്ണൻ വീണ്ടും വന്നിരുന്നു എന്നും നീ എന്താ പറഞ്ഞത്? നന്ദൻ നിന്റെ കൈവെള്ളയിലാണെന്നല്ലേ? പ്രഭാവതിയിലും ചന്ദ്രോത്തുമൊക്കെ നിനക്ക് നല്ല സ്വാധീനം ഉണ്ടെന്നല്ലേ? എന്നിട്ട് നാളെ അവർ നന്ദനെ കോർട്ടിൽ ഹാജരാക്കാൻ പോകുന്ന കാര്യം നീ എന്തേ ഇതുവരെ അറിഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ ഇത് ഞാനങ്ങനെ വിട്ടുകൊടുക്കില്ല ഋഷി. സത്യം തുറന്നു പറഞ്ഞ് നിയമത്തിന് മുന്നിൽ കീഴടങ്ങാൻ നന്ദനെ ഞാൻ അനുവദിക്കില്ല. അതിന് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാമെന്ന് തന്നെ പറയുന്നുണ്ട് ഇസബെല്ല. വീണ്ടും അരുന്ധതി ഋഷിയെ കാര്യത്തിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എല്ലാ പകയും പ്രതികാരവും അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ കോടതിക്ക് മുൻപിൽ നീയാവും കുറ്റവാളി എന്ന് പറയുമ്പോൾ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോവില്ല. ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം ഋഷിയെ കൊന്ന കുറ്റത്തിന് നന്ദൻ ജയിലിൽ കിടക്കണം. ചന്ദ്രോത്ത നന്ദൻ ഒരു കൊലപാതകം ചെയ്തു എന്ന് എല്ലാവരും അറിയണം. ഇത്രയൊക്കെ ചെയ്ത് എനിക്ക് ബാക്കി എല്ലാം ചെയ്യാൻ അറിയാമെന്നെല്ലാം ഋഷി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഋഷിയുടെ ആ വാശി കണ്ട് അരുന്ധതിക്കാണെങ്കിൽ വീണ്ടും വല്ലാത്ത തന്നെ ഭയം തോന്നുന്നുണ്ട്. പിന്നീട് ദേവികയും ശാരികയും കൂടി മുറ്റത്ത് നിന്ന് നന്ദൻ്റെ കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നു. നാളെ നന്ദുവിനെ കോടതിയിൽ ഹാജരാക്കാൻ ആണ് അന്തിമ തീരുമാനം എന്ന് ദേവിക പറയുമ്പോൾ എങ്കിലും നന്ദേട്ടന് ഒരാളെ കൊല്ലാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് ശാരികയും പറയുന്നു. ഇതെല്ലാം നമ്മുടെ മാധവേട്ടൻ അവിടെ നിന്ന് കേൾക്കാനായിട്ട് ഇടയാവുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അത് കേട്ട് ഞെട്ടുന്നുണ്ട്. തുടർന്ന് നിങ്ങൾ എന്തൊക്കെയാണ് മക്കളെ പറയുന്നത്? നന്ദന്മാർ ആരെയോ കൊന്നത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഞങ്ങളിൽ നിന്നും എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയം എനിക്കും രാധികയ്ക്കും തോന്നിയിരുന്നു എന്നെല്ലാം മാധവേട്ടനും പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനെ എല്ലാം അറിഞ്ഞു എന്നറിയുമ്പോൾ ദേവിയും ശാരികയൊക്കെ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ സമയം രാധികയും അവിടേക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മാധവേട്ട, ഇവർ രണ്ടുപേരും കൂടി എന്തൊക്കെയോ രഹസ്യങ്ങൾ നമ്മളിൽ നിന്നും മറച്ചു വയ്ക്കുന്നുണ്ട്. പറയടേ, നിങ്ങൾ എന്താ ഞങ്ങളിൽ നിന്നും ഒളിക്കാൻ ശ്രമിക്കുന്നതെന്ന് രാധിക ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയും ശാരികയും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവസാനം എന്നായാലും അവരറിയും. നന്ദനെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എല്ലാ സത്യങ്ങളും അറിയും. അതുകൊണ്ട് തന്നെ വേറെ നിവൃത്തിയില്ലാതെ ദേവിക എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. അത് കേട്ട് താങ്ങാൻ കഴിയാതെ ഹൃദയം തകർന്ന് അവിടെ കുഴഞ്ഞു വീഴാണ് കേട്ടോ മാധവേട്ടൻ. പിന്നീട് ഇസബെല്ലയാണെങ്കിൽ രണ്ടും കൽപ്പിച്ചൊരു കളിക്ക് ഇറങ്ങി പുറപ്പെടാൻ തന്നെ തീരുമാനിക്കുന്നു. കുറ്റം ഏറ്റുപറഞ്ഞ് നന്ദൻ സ്റ്റേഷനിൽ ഹാജരാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തോറ്റുപോകുന്നത് ഞാനായിരിക്കും. എല്ലാം നമ്മുടെ പ്ലാൻ ആയിരുന്നു എന്ന് നന്ദൻ ഒരിക്കലും തിരിച്ചറിയരുത്. ജയിക്കണം എനിക്ക്. നന്ദനെ നേരിട്ട് കണ്ട് നിയമത്തിന് മുൻപിൽ കീഴടങ്ങരുത് എന്ന് പറയണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനത് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല എന്നെല്ലാം ഇസബെല്ല പറയുമ്പോൾ ഇനി അവൻ നീ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ദേവികയും സിദ്ധാർത്ഥം പറയുന്നതേ അനുസരിക്കാൻ കഴിയൂ എന്ന് നന്ദൻ പറഞ്ഞാൽ
പോരാത്തതിന് ആ ജഡ്ജി ഹരിയും ഇപ്പോൾ നന്ദൻ്റെ കൂടെ ഉണ്ടെന്നെല്ലാം ഐസക് ഓർമ്മപ്പെടുത്തുമ്പോൾ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇസബെല്ല ചന്ദ്രത്തെത്തുന്നു. ഇസബെല്ലയെ കാണുമ്പോൾ തന്നെ സിദ്ധാർത്ഥ നിനക്ക് എന്താ ഇവിടെ കാര്യമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നന്ദനെ കാണണം, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നെല്ലാം ഇസബെല്ല പറയുമ്പോൾ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ഇസബെല്ലയുടെ നേരെ ഷൗട്ട് ചെയ്യാണ് കേട്ടോ സിദ്ധാർത്ഥ. അപ്പോൾ ഇതേ സമയം പ്രഭാവതിയും അവിടേക്ക് വരുന്നുണ്ട്. തുടർന്ന് നന്ദ എന്ന് ഇസബെല്ല വിളിക്കുന്നതും നിർത്തടി, നീയും ആ കെവിനും ചേർന്നാണ് നന്ദനെ ഇങ്ങനെ ഒരു കുരുക്കിൽ കൊണ്ടുചെന്ന് ചാടിച്ചത് എന്ന് പറഞ്ഞ് വീണ്ടും സിദ്ധാർത്ഥൻ ഇസബെല്ലയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ നന്ദനെ കാണാനായിട്ട് അനുവദിക്കാതെ ഇസബെല്ലയെ ആട്ടിയിറക്കി വിടുകയാണ് കേട്ടോ സിദ്ധാർത്ഥൻ. പിന്നീട് സിദ്ധുവിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിയുന്ന ജഡ്ജി ഹരിയാണെങ്കിൽ നന്ദൻ നിയമത്തിന് മുൻപിൽ കീഴടങ്ങാൻ പോകുന്നതിന് ഇസബെല്ല എന്തിനാണ് ഇത്രയധികം ഭയപ്പെടുന്നത്? നമ്മളെ അറിയാത്ത ഒരു രഹസ്യം ഇതിന് പുറകിലുണ്ട്. പറ നന്ദ, അവരും ഈ ഒരു കൃത്യം ചെയ്യാൻ നന്ദനെ സഹായിച്ചിരുന്നു എന്ന് ഹരി സാറ് തുറന്നു ചോദിക്കുമ്പോൾ ഇല്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ നന്ദൻ. ഏതായാലും നന്ദനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ എല്ലാത്തിൻ്റെയും രഹസ്യങ്ങൾ പുറത്തു വരാൻ എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഇസബെല്ലയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താനും അദ്ദേഹം തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഹരി സാറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്